ഇത് ആഗ്രോകോപ്സ് KVVVKയുടെ ആര്യനാട് പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടറി യൂണിറ്റാണ്. ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഫാക്ടറി യൂണിറ്റാണിത്. ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി കൊടുത്തിരിക്കുന്ന ഒരു ബിൽഡിംഗാണിത്. ഈ ബിൽഡിങ്ങിന് നിലവിൽ 1 lakh rupees മന്ത്ലി റെൻറ്റ് എന്നുള്ള രീതിയിൽ ആഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ ഫാക്ടറി പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും നമ്മൾ മന്ത്ലി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്നത് ഏകദേശം 1 കോടിയോളം രൂപയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് മെയിൻ ബിൽഡിംഗ് ഏരിയ ഉണ്ട്, 3,500ഓളം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഏരിയ ഉണ്ട്. പിന്നെ അതുകൂടാതെ 2,000 സ്ക്വയർ ഫീറ്റോളം നമുക്ക് ടൂൾസ് സ്റ്റോറേജ് ചെയ്യുന്ന ടൂൾസ് ഏരിയ ഉണ്ട്. കൂടാതെ 2 ഓഫീസ് റൂമുകൾ, ഒരു അപ്പർ സ്റ്റോർ റൂം ഏരിയ, സെക്യൂരിറ്റി ഏരിയ, സറൗണ്ടിങ് ഏരിയ, ഇൻക്ലൂഡിങ് സറൗണ്ടിങ് മതിൽ കെട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രോസസ്സുകൾക്കാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ഉപയോഗിച്ചത്. പ്ലെയിൻ ലാൻഡ് എടുത്തിട്ടാണ് നമ്മൾ, പ്ലെയിൻ ലാൻഡല്ല, റബ്ബർ പ്ലാന്റേഷൻ ഉണ്ടായിരുന്ന ലാൻഡ് നമ്മൾ ഈ രീതിയിലേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിലത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റാണ് ഏകദേശം 1 കോടി രൂപയോളം വന്നത്. ആ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ നമ്മൾ ആ കൺസ്ട്രക്ഷൻ കോസ്റ്റിന് പ്രൊപ്പോർഷണലായിട്ടാണ് ആഗ്രോകോപ്സ് KVVVK ആഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രത്തിൽ നിന്ന് മന്ത്ലി ഞങ്ങൾക്ക് 1 lakh rupees മന്ത്ലി റെൻറ്റ് കളക്ട് ചെയ്യുന്നത്. ഈ 1 lakh rupees ഇൻവെസ്റ്റേഴ്സിന് 1% മന്ത്ലി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഡിവിഡൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈ മന്ത്ലി റെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ റെൻറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഫ്ലോറെല്ലാം കോൺക്രീറ്റ്, അതായത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കോൺക്രീറ്റ് ചെയ്ത വലിയൊരു ബിൽഡിംഗ് ആണ്. 20 feet ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്, അതായത് ഡബിൾ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്. റൂഫിംഗ് എല്ലാം സ്ട്രക്ചറൈസ് ചെയ്ത ബിൽഡിംഗ് ആണ്. വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് അടുത്തൊരു 50-100 വർഷം പൂർണ്ണമായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ആ കൺസ്ട്രക്ഷൻ്റെ പ്രൊപ്പോർഷണൽ എമൗണ്ടാണ് നമ്മൾ ഈ റെൻറ്റ് എമൗണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് 1% ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ പെരിഫറൽ വർക്ക് കൂടെ ചുറ്റുമുണ്ട്. അതായത് സറൗണ്ടിങ് വർക്കുകൾ, അതിൻ്റെ മോഡിഫിക്കേഷൻ, ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. അത് പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ടും അതുപോലെ ബിസിനസ് പ്രോഫിറ്റിനനുസരിച്ചിട്ടും ഇപ്പം നിലവിൽ ആഗ്രോകോപ്സിൻ്റെ റെൻറ്റ് കൂടാതെ ആഗ്രോകോപ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഫിറ്റ് ഷെയർ എന്നുള്ള രീതിയിൽ നമ്മളൊരു അവരുടെ ടോട്ടൽ സെയിലിൻ്റെ ഒരു 2% നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സും അതുപോലെ സറൗണ്ടിങ്ങിൻ്റെ എക്സ്ട്രാ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ട് ഈ ബിൽഡിങ്ങിൽ ചെയ്യുന്നില്ല. നിലവിൽ 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസ് വഴി കളക്ട് ചെയ്തിട്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ തീർത്തിരിക്കുന്നത്. വളരെ മികച്ചൊരു ബിൽഡിംഗാണിത്. ഇതിൻ്റെ ഓപ്പറേഷൻസും പ്രോസസ്സും, അല്ലെങ്കിൽ ഇത് ആഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രത്തിൻ്റെ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ സറൗണ്ടിങ്സും ഇതിൻ്റെ ഫെസിലിറ്റീസും ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ 2-2.5 വർഷത്തോളമായിട്ട് ഏകദേശം 200-ന് മുകളിൽ ഔട്ട്ലെറ്റുകൾ ആഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രം ഓപ്പണാക്കിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു സെൻട്രൽ ബിൽഡിംഗ്, സെൻട്രൽ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ആവശ്യകത ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ഇതിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്, കാരണം ഈ ബിൽഡിംഗ് ഇത് നമ്മൾ ഇത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. സറൗണ്ടിങ്ങിലൊക്കെ കാണുന്ന രീതിയിൽ റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ആ ലാൻഡ് നമ്മൾ എടുത്തിട്ട് ഇത് ലെവൽ ചെയ്ത്, ആ ലെവലിംഗ് കോസ്റ്റ് മുതലാണ് ഈ കോസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ലാൻഡ് ലെവൽ ചെയ്തു, ബേസ്മെൻറ്റ് കെട്ടി, മറ്റ് പേപ്പർ വർക്കുകൾ നടത്തി, ബിൽഡിങ്ങിൻ്റെ ഫ്ലോറ് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തു, തൂണുകൾ എല്ലാത്തിലും കൺസ്ട്രക്ഷൻ തൂണുകളെല്ലാം നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രക്ചറൈസ് ചെയ്ത് ഈ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്തെടുക്കാനായിട്ടാണ് വന്നത്. ഏകദേശം 2-2.5 വർഷത്തോളം മുമ്പ് ഈ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം 1000 രൂപയോളം വരുന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് 850 രൂപയ്ക്ക് അടുത്ത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഈ ബിൽഡിംഗ് അന്ന് ചെയ്ത സമയത്ത്. പിന്നെ പെരിഫറൽ മറ്റ് എന്താ പറയുക, ടൂൾസ് ഏരിയ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് സ്റ്റോറേജ് ഏരിയ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഏരിയ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അന്നത്തെ സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2-2.5 വർഷത്തോളമായിട്ട് ഇൻവെസ്റ്റേഴ്സിന്
ഏകദേശം 1 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത പല രീതിയിലാണ്. ഒരു 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, 5 ലക്ഷം ചെയ്ത ആൾക്കാരുണ്ട്, 1 ലക്ഷം രൂപ ചെയ്ത ആളുണ്ട്, 20 ലക്ഷം രൂപ ചെയ്ത ആളുണ്ട്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരാളിന് 20,000 രൂപ മന്ത്ലി അവർക്ക് ഇപ്പോൾ പ്രോഫിറ്റ് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെൻ്റാണ്. അഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രം അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് നൽകുന്ന റെൻറ്റ്, 1 ലക്ഷം രൂപ റെൻറ്റ് നൽകുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏകദേശം 5 ലക്ഷം രൂപയോളം നമ്മൾ അടുത്ത 1-2 മാസത്തിനുള്ളിൽ അത് അഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രവും മറ്റ് ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ മറ്റ് പ്രോസസ്സുകളും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും ഇൻ്റർലോക്ക് വർക്കുകളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുതൽ മുടക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രം ഇനിയും കണ്ണൂർ ഇപ്പോൾ അടുത്തൊരു യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ വിശദങ്ങളിലേക്ക് കടക്കാവുന്നതാണ്.